എല്ലാം തുറന്ന് സംസാരിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ബന്ധങ്ങളും ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഉള്ളിലൊന്നും പുറത്തായി കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളൊരു കളവായിട്ട് മാറുകയാണ്. അവിടെ ഞാനെന്ന് പറയണ ഒരവസ്ഥ ആരിലും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളും പുറവും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഉള്ളും പുറവും ഒന്നായിട്ട് മാറണമെങ്കിൽ നമ്മളിൽ നമ്മളിലുള്ള സത്യത്തെ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പം ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് പ്രകാരമാണ് നിങ്ങൾ ജീവിക്കണതെങ്കിൽ, ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് പിന്നെ വേറൊരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് വേറൊരു പുരുഷനുമായിട്ട് പാടില്ല എന്നുള്ളൊരു ഭാഗത്താണ് വർക്ക് ചെയ്യണത്. പക്ഷെ സത്യത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എവിടെയോ ഈ ബന്ധത്തിലൊരു വിള്ളൽ സാധിച്ചത് കൊണ്ടാണ്, സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം അവിടെ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ആരെങ്കിലും അവനവനെ തിരിച്ചറിയുന്ന ഭാഗത്ത് നിന്ന് നിൽക്കാത്തത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗ്രോസ് ലെവലിൽ, അതായത് വളരെ എന്താ പറയുക, ഒളിക്കാതെ അല്ലെങ്കിൽ അത് സംഭവിച്ചെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കാണാം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ആ ബന്ധത്തിൽ സംഭവിച്ച തെറ്റിനെ അവിടെ അംഗീകരിച്ച് വീണ്ടും എനിക്ക് അയാളുമായിട്ട് കൂടുതൽ നിൽക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അയാളെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ സ്വയം നശിക്കണോ. ഇങ്ങനെ 3 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് ചെയ്ത ആളെ സംബന്ധിച്ച് അയാളിത് ചെയ്ത് എന്നുള്ളൊരു ഭാഗത്ത് അയാൾക്കിനി റിഗ്രറ്റ് ഉണ്ടെങ്കിലും അയാൾ ചെയ്തു പോയത് കൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ, മറിച്ച് ഇത് വെച്ചിട്ട് ഒരാളെ കൺട്രോൾ ചെയ്തിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് എന്നും കഷ്ടപ്പാടായിരിക്കും. കാരണം ഇയാൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും വെച്ചിട്ട് ഇയാൾക്ക് ഈ കണ്ടുപിടിക്കുന്ന ആൾക്ക് ജീവിക്കാൻ പറ്റാതെ വരും. ഇനി ഇതിൻ്റെ അടുത്തൊരു വേർഷൻ, ഇത് പ്രത്യക്ഷത്തിൽ സംഭവിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ഭാര്യയും ഭർത്താക്കന്മാരും കാമുകന്മാരും ഈവൻ അവർ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സെക്സ് ചെയ്യുമ്പം വരെ അവർ മറ്റ് പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് പല മുഖങ്ങളുമാണ് ചിന്തിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ എല്ലാവർക്കും അതാ സംശയം, എന്തുകൊണ്ട് ഇവിടെ ഇത് നടക്കണില്ല, പുറത്ത് എവിടെയെങ്കിലും പോയാൽ ഇത് നടക്കണുണ്ട്. അവിടെ എന്താ സംഭവിക്കണേ? കാരണം രാവും പകലും ഈ പരസ്പരമുള്ള കൺട്രോളിങ്ങിൽ 2 പേർക്കും മടുത്തുക്കണ്. മനസ്സിലായ? ആ മടുപ്പാണ് പതുക്കെ 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 ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേരും ഒരുമിച്ചിരിക്കുമ്പം അവനവനിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റാതെ 2 പേരുടെയും ശ്രദ്ധ എക്സ്ട്രാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പുറത്ത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ പിന്നെ ആ വ്യക്തി ജീവിക്കണതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ആ വ്യക്തിക്ക് ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം എന്ത് ചിന്തിക്കണ് എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷേ എങ്ങനെ എൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിൽ ഞാൻ മാറിപ്പോയി, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ സെക്സൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഡിവൈൻ ആക്ട് വർക്ക് ചെയ്യുമ്പം വരെ എനിക്ക് എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ആ കൂടെയുള്ള ആളുമായിട്ട് ഒരു സിൻസിയർ അസോസിയേഷന് സാധിക്കണില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ മരവിപ്പ് കാരണം ആ ഓർഗൻസൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ഓർഗൻസാണ്. എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോഡി ആക്ടിവേഷൻ സംഭവിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശരീരം മരവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കോ നിങ്ങളെ പഠിപ്പിച്ച സമൂഹത്തിനോ നിങ്ങൾക്കുള്ള മതമോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളവിടെ വർക്ക് ചെയ്ത് ആ സത്യസന്ധമായ ആ ഉള്ളും പുറമേയുള്ള അവസ്ഥ ഒന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എവിടെയാണ് ആ എറർ വന്നതെന്ന് രണ്ടുപേരും ഇരുന്ന് പരിശോധിക്കുക. ഇനി അങ്ങനെ മനസ്സിൽ വേറൊരാളുടെ ചിത്രമാണ് ഈ പരിപാടി ചെയ്യുമ്പം വരുന്നതെങ്കിൽ അതും അവിടെ അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടുക, മനസ്സിലായോ? അപ്പോൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് കൂടെയുള്ള ആൾക്ക് നമ്മളെ കൂടെ നിൽക്കാനാണോ താല്പര്യം അതോ നമ്മളെ നീക്കാനാണോ താല്പര്യം എന്ന്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ.